നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള വിമർശനങ്ങളെക്കുറിച്ചല്ല, മാധ്യമങ്ങളിലെ തലോടലിനെ കുറിച്ചല്ല, പാർട്ടിക്കകത്തു നിന്ന് വരുന്ന വിമർശനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സംസ്ഥാന സമിതിയെ ജില്ലാ കമ്മിറ്റികൾ തിരുത്തുകയോ തള്ളുകയോ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ജില്ലാ കമ്മിറ്റികളും. നമ്മളിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത്? പാലക്കാട് എല്ലാ സമയത്തും പിണറായി വിജയനെ ന്യായീകരണം ചമച്ചുകൊണ്ട് പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അല്പം ഒരു ബ്രേക്ക് വാർത്തയുണ്ട്. രാഹുൽ പ്രതിപക്ഷ നേതാവ്, ഞാൻ ഈ വരിയൊന്ന് എല്ലാ സമയത്തും AK ബാലൻ ന്യായീകരണവുമായി രംഗത്ത് വരാറ്. ആ ന്യായീകരണം പലപ്പോഴും കൂടുതൽ ദോഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AK ബാലനെതിരെ പാലക്കാട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട വിമർശനം എവിടെയാണ്? എറണാകുളത്ത്. പിന്നെ നമ്മൾ എവിടെയാണ് കണ്ടത്? പത്തനംതിട്ടയിൽ. അതിശക്തമായ വിമർശനങ്ങളാണ്. അങ്ങനെ ഓരോരോ ജില്ലാ കമ്മിറ്റികളും ആ രൂപത്തിൽ വിമർശിക്കുന്നു. CPയുടെ ഒരുവിധം എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വിമർശിക്കുന്നു. പിണറായി വിജയനെതിരെയാണ് കൂടുതൽ. ഈ കൂരമ്പ് എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ ചോദ്യത്തിൽ ഉന്നയിക്കുമ്പോൾ ആ കൂരമ്പ് പാർട്ടിക്ക് ആണ്. പാർട്ടിക്കപ്പുറം പാർട്ടിയെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറി എന്നതിനപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാർട്ടി സെക്രട്ടറിയേക്കാൾ ശക്തനായി മുഖ്യമന്ത്രി വരുന്ന ഒരു പ്രവണത വന്നിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ കാരണഭൂതൻ എന്നൊക്കെ പ്രയോഗം ഒരു ഭക്തന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു പാട്ടാണ് എന്ന് കരുതാം. പക്ഷേ ഒരു ക്യാപ്റ്റൻ, വിജയത്തിനൊരു ക്യാപ്റ്റൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പരാജയത്തിനും ക്യാപ്റ്റന്റെ പിഴവ് കൂടി കാരണമാകുമല്ലോ. അപ്പോൾ അതില്ല. പരാജയം വരുമ്പോൾ അങ്ങനെ എല്ലായിടത്തും പരതേണ്ടി വരുന്നു പരാജയത്തിന്റെ കാരണം. ജയം വരുമ്പോൾ അത് ഒരാളുടെ ക്രെഡിറ്റ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഞാൻ തുടരാം. നമുക്ക് ഈ വാർത്ത പോയ ശേഷം. രാഹുൽ ഗാന്ധി ലോക്സഭ പ്രതിപക്ഷ നേതാവാകുന്നു. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ആ തീരുമാനം വന്നു. നാളെ അത് പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ കത്തും കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്കായിട്ട് ഉള്ള കത്തും കൊടുത്തു. നാളെ അത് ലോക്സഭയിൽ പ്രഖ്യാപിക്കും. നമുക്ക് ആ വാർത്ത പിന്നീട് വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ലൈവ് എടുക്കാം ഡൽഹിയിൽ നിന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ വിമർശനങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റികൾ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഈ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആ വിലയിരുത്തലിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ച. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നേരെ തിരിച്ചുള്ള പ്രതികരണം MV ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട ഓരോ വാചകങ്ങളും എങ്ങനെയൊക്കെയാണ് ഈ മൈക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ അടക്കം വരികയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവ് എങ്ങനെ ജനങ്ങളുമായി ഇടപെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? അത് ഒരു ശൈലി എന്ന വിഷയത്തിൽ ഒതുക്കാവുന്നതാണോ? ശൈലി എന്ന് പറഞ്ഞപ്പോൾ ഒരു കർക്കശക്കാരായ നേതാക്കളെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആളുകളോട് മോശമായി പെരുമാറുന്നത് വേറെ രൂപത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ഉള്ളു നല്ലതാണ്, അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ട്, പക്ഷേ പുറമേക്ക് അദ്ദേഹം മുരടനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ മുരടനായ രീതി എന്ന് പറയുന്നത് ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം. നമ്മൾ ആ പ്രതികരണം ഇന്നലെ എവിടെയാണ് കണ്ടത്? കേരള കോൺഗ്രസിൻ്റെ യോഗത്തിൽ ചാഴികാടൻ എന്താണ് പറഞ്ഞത്? ചാഴികാടൻ പരസ്യമായി തന്നെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ നവകേരള യാത്ര എന്ന് പറയുന്നത് എന്തായിരുന്നു? ജനങ്ങളുമായി സംവദിക്കാൻ. പക്ഷെ നമ്മൾ ജനങ്ങളുമായി സംവദിക്കുന്നതല്ല. ഇതിപ്പോൾ ഒരുപാട് തവണയായി നമ്മൾ പറയുന്നു. ജനങ്ങളുമായി സംവദിക്കുകയല്ല കണ്ടത്, പൗരപ്രമുഖരുമായി സംവദിക്കുന്നതാണ് കണ്ടത്. ആ യാത്രയിലുടനീളം ഒരു ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു യാത്ര എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെയാണല്ലോ ഈ ചെടിച്ചട്ടി പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. ചെടിച്ചട്ടിയെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അതുപോലെ ഈ കരിങ്കൊടി സമരങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ഗറില്ല യുദ്ധമുറ അത്രേ. ഈ കരിങ്കൊടി സമരങ്ങളൊന്നും ഇവർ നടത്തിയിട്ടില്ലേ? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരം സമരങ്ങൾ വരുമ്പോൾ അതിനെ ആ സമരമുറിയെ തന്നെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുക, ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ മാറുമല്ലോ എന്നൊക്കെ ഒരു ന്യായത്തിന് പറയാം. പക്ഷേ ഈ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇപ്പോൾ താങ്കളിപ്പോൾ അതിനോട് യോജിച്ചില്ല എങ്കിൽ കൂടെയും ഡോക്ടർ അരുൺ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമാണെന്നേ. അതിന്റെ കാരണങ്ങൾ മുഖ്യമന്ത്രി, അതിന്റെ കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, അത് ജില്ലാ കമ്മിറ്റികളും പറയുന്നില്ലല്ലോ. ജില്ലാ കമ്മിറ്റികൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ശൈലി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ എങ്ങനെ അത് ആളുകളോട് കൺവേ ചെയ്യുന്നു. ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നതും പ്രധാനമാണ്. ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ തോന്നണം. എല്ലാ സമയവും കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ജനം അത് വിശ്വസിച്ചിട്ടുള്ള നമ്മുടെ സർവേയിൽ തെളിഞ്ഞതല്ലേ. പിന്നെ മറ്റെന്ത് പറയും? അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമേ. അത് പറയുന്ന രീതിയിൽ ഞാൻ പറയട്ടെ, നമ്മളിവിടെ മുണ്ടുമുറുക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ സർക്കാരും മുണ്ടുമുറുക്കിയാണ് ജീവിക്കുന്നതെന്ന് തോന്നണം ജനത്തിന്. അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാത്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അത് അവരുടെ കയ്യിൽ കാശും അല്ലേ? കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കാണല്ലോ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മനു തോമസ്, അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നല്ല, അദ്ദേഹം പുതുക്കിയില്ല എന്ന് പറയുന്നു. അംഗത്വം പുതുക്കിയില്ല. പാർട്ടിയിൽ നിന്ന് രാജി എന്നൊരു രീതിയില്ല, CPM അങ്ങനെ ഒരു രീതിയില്ല. അപ്പോൾ അംഗത്വം പുതുക്കിയില്ല.
വിളങ്കത്വം പുതുക്കാതിരുന്ന മനു തോമസ്, അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ ഈ കൊട്ടേഷൻ സംഘവുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ള ഒരു നേതാവ് ഇപ്പോഴും തുടരുന്നുണ്ട്. ആ നേതാവുമായി ബന്ധപ്പെട്ട് നമ്മളും ഒരു ഘട്ടത്തിൽ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. ആ വാർത്തകളൊക്കെ വന്നിട്ടുമുള്ളതാണ്. അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും അത് പരിഹരിച്ചു എന്ന് പുറത്തേക്ക് പറയുകയും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനു തോമസ് പറയുന്നത്. അത് പാർട്ടിക്കകത്ത് കൃത്യം തെളിവുകൾ സഹിതം പറഞ്ഞപ്പോൾ ഞാൻ ന്യൂനപക്ഷമായിരുന്നു, എൻ്റെ വാക്കുകൾ അവിടെ ചെവി കൊണ്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് എം.വി. ജയരാജൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ നിഷേധിച്ചുകൊണ്ടായില്ലെന്നേ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളപ്പോൾ അത് കാര്യകാരണ സഹിതം ഇന്ന കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, അത് അങ്ങനെ വിശദീകരിക്കണം. ബന്ധമില്ല എന്ന് വെറുതെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളാണ്, പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്, അകത്തളത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അപ്പോൾ അയാളൊരു പേര് തന്നെ പറയുന്നുണ്ട്. ആ പേരുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരിക്കാനുള്ളത് കൃത്യമായി തന്നെ വിശദീകരിച്ച് പോകണം. ബന്ധമില്ല എന്ന് തെളിയിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയാണ്. ഇനി അപ്പുറത്ത് മനു തോമസിനാണെങ്കിൽ ഇതൊരു ക്രിമിനൽ പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായി ധാർമ്മികമായി പുറത്ത് പ്രതികരിച്ചാൽ പോരാ, അത് പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കേസാണ്. ആ രൂപത്തിൽ കൂടി അദ്ദേഹം പ്രവർത്തിക്കേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. CPIയുടെ വിമർശനം, CPI ഒരു സ്വയം വിമർശനം എന്നുള്ള ഒരു മാതൃക കൂടി കാണിക്കുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനോയ് വിശ്വം കാണിക്കുന്ന ഒരു മാതൃക, അത് CPM-നും അത് ആ രൂപത്തിൽ കാണിക്കാവുന്നതാണ്. ഏതായാലും എം.വി. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരുത്തുമെന്നുള്ളത് നന്നായി തോറ്റു എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്ന TP കേസിലെ പ്രതികളെ പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതാണ്. അതൊരു കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിൻ്റെ തീരുമാനം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. അത് സഭയിൽ അവതരിപ്പിക്കാൻ പോയപ്പോൾ അടിയന്തര പ്രമേയം അനുവദിക്കാതെ പ്രതിപക്ഷത്തിൻ്റെ നാവ് അറുത്തുകൊണ്ട് ഏത് രൂപത്തിലാണ് സ്പീക്കർ തന്നെ അതിന് മറുപടി പറയുന്നത്. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യത്തിന് സ്പീക്കർ തന്നെ മറുപടി പറയുന്നത് കണ്ടാണ്. ആ സ്പീക്കർ ഈ പറയുന്ന ആരോപണ വിധേയൻ്റെ കല്യാണത്തിന് പോയതും അതിൽ പങ്കെടുത്ത അന്ന് സ്പീക്കർ ആയിരുന്നില്ല, അന്ന് നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് തിരുത്തുന്നത്? ഇതിനുശേഷം തിരുത്തിയ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കാറുണ്ട് ഡോക്ടർ അരുണ്? ഒരു സാഹചര്യം സമയമാവട്ടെ. ഏതാണ് സമയം? കിടക്കയല്ലേ സമയം. ശരി. Meet the editors.